ഹായ് സുഹൃത്തുക്കളെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലായ ജങ്കാർ ഗ്യാരേജിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ വന്നേക്കുന്നത് ഒരു വെറൈറ്റി ആളുടെ അടുത്താണ് വന്നേകളെ. ഇത് എൻ്റെ ഒരു കസ്റ്റമറാണ്. അപ്പോൾ ആളുടെ വണ്ടി ഞാൻ വാങ്ങാനായിട്ട് വന്നതാണ്. വലിയ വണ്ടിയൊന്നുമില്ല, എന്നാലും സുന്ദരമായൊരു വണ്ടി മേടിക്കാൻ വന്നതാണ്. അപ്പോൾ ബാക്കി വിശേഷങ്ങളിലേക്ക് കിടക്കാം. അപ്പോൾ നമുക്ക് അകത്തേട്ട് കിടക്കാം. അത് നമ്മുടെ ടെക്കിയാണ്, ജങ്കാറിൻ്റെ മറ്റൊരു ടെക്കി. യെസ്, ഇതാണ് നമ്മുടെ രവിചേട്ടൻ. ആളെ ഇതിപ്പോൾ ഫോട്ടോയെ കാണും. ആളൊരു നിസാരക്കാരനല്ല, ഇന്റർനാഷണൽ അത്ലറ്റിക്കാണ് ആളെ. ഞാനിത് ആദ്യം കണ്ടപ്പോൾ ഒന്ന് ഞെട്ടി ഗൈസ്. അതായത് ലോങ് ജമ്പ് നാഷണൽ ചാമ്പ്യൻ 78, അത് 81, 82. അവന് ഒരുപാട് മെഡല് കിട്ടിയ ഒരാളാണ് നമ്മുടെ മുമ്പിൽ വെക്കണേ. ഞാൻ ആദ്യം ഇദ്ദേഹത്തെ കണ്ടപ്പോൾ ടാറ്റ സ്റ്റീൽ പ്ലാന്റിലാണ് വർക്ക് ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നമുക്ക് ഇത്രയും ഇവിടെ വന്ന് വണ്ടി എടുക്കാൻ വേണ്ടി വന്നതാണ് ആക്ച്വലി. പക്ഷെ ഇത് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി. ഇത് ആൾക്ക് ടാറ്റാന്ന് കൊടുത്തതാണ് ഏറ്റവും നല്ല എംപ്ലോയി നാളേക്ക്. ഇതുണ്ടോ, MP രവികുമാർ. നമ്മുടെ രവിചേട്ടൻ, പ്രിയങ്കരനായ രവിചേട്ടൻ്റെ ഫോട്ടോസാണ്, ഓൾഡ് ഫോട്ടോസാണ് അതൊക്കെ. രവിചേട്ടാ, എത്ര വർഷത്തെ കിട്ടി ലോങ് ജമ്പ് നാഷണൽ? 15 വർഷത്തെ. ഇപ്പം ഈ കിട്ടിയേക്കണൊക്കെ ഓരോ മത്സരങ്ങളിലെയും കിട്ടിയേക്കണാണ്. ഇതിനകത്ത് സ്വർണം, വെള്ളി, അങ്ങനെ എന്തൊക്കെയാണ് എല്ലാം ഉണ്ട്. ആളെ നോക്കി, പഴയ കാലത്തെ ജിമ്മനാണ് ആള്. ആളുടെ ഒരു വണ്ടി മേടിക്കുക എന്നുള്ളത് എനിക്ക് കിട്ടിയ വലിയൊരു ഭാഗ്യമാണ്. അപ്പോൾ അറിയണം, അതേപോലെ തന്നെ. ചേട്ടാ, വണ്ടി ഇപ്പൊ എത്ര ഇത് മോഡൽ? 2021 വർഷമായി വണ്ടി മേടിച്ച്. ചേട്ടൻ അപ്പോൾ ഇവിടെ നാട്ടിൽ വന്ന് മേടിച്ച വണ്ടിയാണ്. ചേട്ടൻ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ, ആരുമില്ല. ചേട്ടൻ ഇപ്പോൾ വീട്ടിൽ ഫാമിലി ആയിട്ട് വൈഫ് മകൻ വരും. ഓക്കെ, അപ്പോൾ നമുക്ക് വണ്ടി എടുത്തിട്ട് പോയാലോ? വണ്ടി എടുത്തിട്ട് ആ രജന്റെ വീട് ഇപ്പോൾ ഇതൊരു സിറ്റി ആണെങ്കിലും ഒരു ചെറിയൊരു ഫോറസ്റ്റ് രീതിയിലാക്കിയിട്ടുണ്ട് പുള്ളി. ചെറിയ സ്ഥലത്താണെങ്കിലും പുള്ളി അത്യാവശ്യം ഗംഭീരമായിട്ട്, ഇന്ത്യയുടെ ആണെങ്കിലും എക്സ്റ്റീരിയർ ആണെങ്കിലും ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു കാണുമ്പോൾ തന്നെ അറിയാം. നെയിം ബോർഡ് തൊട്ടോ, ഇതിപ്പോൾ ഒന്ന് കാണിച്ചാൽ പോരാ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഒന്നും അവർക്ക് പ്രശ്നമൊന്നുമില്ല. ഉണ്ടോ, ഫ്രൂട്ട്സ് ഉണ്ട്. ഇതേ നല്ല അടിപൊളി പേരമരം. ഇതാണ് ഗൈസ് നമ്മുടെ ബൈക്ക്. അപ്പൊ എങ്ങനെയുണ്ട് സുഹൃത്തുക്കളെ? പൊളി വണ്ടിയല്ലേ ചേട്ടാ? എത്ര മൈലേജ് കിട്ടും അതിന്? 85. പുള്ളി അതേപോലെ നീറ്റ് ആൻഡ് ക്ലീൻ ആക്കി കൊണ്ടുനടക്കണം. ഇത് കണ്ടോ, തുണിയൊക്കെ വെച്ചേക്കുക. ഇവിടെ ഇടയ്ക്ക് ഗ്യാരേജ് വരുമ്പോൾ, ജങ്കാറിൽ വരുമ്പോൾ ഇതേപോലെ തുണി എടുത്ത് ഇടയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ തുടയ്ക്കും. ചെറിയൊരു ചെളി ഉണ്ടെങ്കിൽ അതിന് വേണ്ടിയാണ് തുണി ഇടയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഇതേപോലുള്ള വണ്ടി പ്രേമികൾ നമ്മൾ വളരെ അപൂർവമായിട്ടാണ് കേട്ടിട്ടുള്ളത് സുഹൃത്തുക്കളെ. ഇങ്ങനെയൊക്കെ നോക്കണം, ശരിക്കും വണ്ടി നോക്കണം, ഇങ്ങനെ നോക്കണം അല്ലേ ചേട്ടാ? പിള്ളേര് എന്റെ അടുത്ത് വണ്ടി കണ്ടിട്ടില്ല എന്ന് പറഞ്ഞ് പിള്ളേര് ചോദിക്കാൻ തരാമെന്ന് ചോദിച്ചു. കൊടുത്തിട്ടില്ല. നിനക്ക് എത്ര വയസ്സുണ്ട്? 20 വയസ്സ്. പിന്നെ 21 വയസ്സുണ്ട്. 21, അതിലൊക്കെ ഒരു വയസ്സ് മൂത്തോരാ. അപ്പോൾ ഇതാണ് സുഹൃത്തുക്കളെ നമ്മുടെ ജയിച്ചേട്ടൻ്റെ ആദ്യം ഏതായിരുന്നു ബൈക്ക്? ഇതിനു മുമ്പ് ഓൾഡ് മോഡൽ
മോളിൽ ഒരു പുതിയ എടുക്കാം. ഏത് മോഡൽ എന്നാ എടുത്തത് പുതിയത്? പുതിയത് 82. ആ അന്ന് എടുത്തതാണല്ലേ? അതിന് മുമ്പേ തുടക്കത്തിലെ ബജാജ് സൂപ്പറാണ്. ബജാജ് സൂപ്പറായിരുന്നു. ഇപ്പൊ ചെറുത് മാത്രമല്ല വലിയൊരു വണ്ടി പ്രാന്തനാണ് ആൾക്ക്. അതേപോലെ ഇന്ത്യക്ക് വേണ്ടി കുറെ മികച്ച അംബാസിഡർ തൊട്ട് ജീപ്പ് തൊട്ട് എല്ലാം ഉണ്ടായി. മാരുതി എല്ലാം മാരുതി. പിന്നെ ചേട്ടന് ഇപ്പോൾ ഓടിക്കാത്ത വണ്ടികളില്ല, പോവാത്ത സ്ഥലങ്ങളില്ല. ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനം കാഴ്ചവെച്ച ഒരാളാണ്. നമുക്ക് വേണ്ടി വേൾഡ് ടൂർ എല്ലായിടത്തും പോയി. കാരണം ഇങ്ങനെ ഒരു സ്പോർട്സ് ആയതുകൊണ്ടേ നമുക്ക് അത്യാവശ്യം ഇൻ്റർനാഷണൽ ആയതുകൊണ്ട് നമുക്ക് എല്ലായിടത്തും പോയി ചെയ്യണമല്ലോ. ഈ സൈഡ് കാണിച്ചു തരാം. ഇതാണ് കണ്ടോ, അത്യാവശ്യം ഒരു ഏരിയ ഫുള്ള് ഗ്രീൻ കളറിൽ ഫുള്ള് പച്ചപ്പും പരിതാപവും. അതുപോലെ അത്യാവശ്യം കുഴപ്പമില്ല, സീനറിയൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഇത്തിരി നേരം കഴിഞ്ഞിട്ട് ഇതെല്ലാം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഈ ലൈറ്റ് എല്ലാം കഴിയും. അതെയാ, സോളാർ കൈകൊണ്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിക്കാൻ പുറത്ത് വെക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ രവിചേട്ടൻ. പുറത്ത് വെച്ച് കഴിഞ്ഞാൽ കിക്കറിൽ കാക്ക വന്നിരുന്ന് കഴിഞ്ഞാൽ സ്റ്റാർട്ടാവും അല്ലേ ചേട്ടാ? ആദ്യം ഇത് പുറത്തൊന്നും കൊണ്ട് കാണിച്ചു തരാം നിങ്ങൾ. അല്ലല്ല 2003. അപ്പോൾ ഇങ്ങനെ സുഹൃത്തുക്കളെ എല്ലാവർക്കും ഇഷ്ടമായോ വണ്ടി? വണ്ടി ഇഷ്ടപ്പെട്ടു, വണ്ടി ഓണർ ഇഷ്ടപ്പെട്ടു. ഇതാണ് ചേട്ടൻ്റെ സ്വർഗം. ഉണ്ടോ? അപ്പോൾ ഓക്കെ, പോവാം നമുക്ക്. എന്നാൽ ശരി രവിചേട്ടാ, പോകട്ടെ രവിചേട്ടാ. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ ബൈക്ക് എടുത്തു. എങ്ങനെ ഇഷ്ടമായോ? കാരണം ആളുടെ മകനെപ്പോലുള്ള ബൈക്കിന് ഞാനും കൊണ്ടുവരുവാണ്. വേറെ ഒന്നുമല്ല, ഇപ്പോഴത്തെ പെട്രോളിൻ്റെ വിലയും അടിസ്ഥാനത്തിൽ ഇപ്പോൾ നമുക്കൊരു മൈലേജുള്ള വണ്ടി അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെയും കൂടെയാണ് ഇവരെ ഞാൻ സ്വന്തമാക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആർക്കെങ്കിലും വണ്ടിയൊക്കെ വേണമെങ്കിൽ നമ്മുടെ ഇടയിൽ വിളിക്കുമോ, നമുക്ക് ഇതേപോലെ നല്ല വണ്ടികൾ നമ്മൾ എടുത്തു തരും. ഇതിപ്പോൾ കൊടുക്കില്ല, ഇതിനെ ഞാനങ്ങ് എടുക്കുക, ആർക്കും ഇല്ല. ഇതേപോലത്തെ ഉണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് വരിക, നമ്മൾ നല്ല വണ്ടി നോക്കി എടുത്തു തരും. അപ്പോൾ ഇത് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ആർക്കെങ്കിലും ഷെയർ ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ ബൈ.